ഉള്ളാണി എന്നറിയപ്പെടുന്ന മീൻകറി. ചൂര ചൂര. അഗത്തിയിലെത്തിയ ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീട്ടിലേക്കാണ് ഞങ്ങൾ നടന്നു കയറുന്നത്. ഞങ്ങളെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷകൾ തിരികെ പോകുകയാണ്. കടലിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. മുറ്റത്ത് 4-5 പേർ ഇരിപ്പുണ്ട്. പോകേണ്ട സമയമായില്ലേ? ഇന്നാണോ? 10:30. ശശി തരൂർ വരുന്ന ഫ്ലൈറ്റിലാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. തരൂർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നേരത്തെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവർ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുകയാണ്. ഞങ്ങളാണെങ്കിൽ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. പുട്ടും ഇതിന് പിന്നെ കറിയാ, കടല, സാധാരണ ഭക്ഷണം. എനിക്ക് അത്ര വിശപ്പില്ലാത്ത കാരണേ പതുക്കെ കഴിച്ചാൽ മതിയല്ല. ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഇത്തയും ഇക്കയുമാണ് ഇവർ രണ്ടുപേരും. ഇതാരാ? കുക്ക് തന്നെ. എന്താ പേര്? അബ്ദുള്ള കോയ. ഇത്തയുടെ പേരെന്താ? ഐറോണീസ. ഓക്കെ. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാരെ കാണണ്ടേ? നിങ്ങൾ സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോൾ അല്ലേ? അത് നമ്മൾ അറിയണം കഴിക്കുമ്പോൾ. കടലിനോട് ചേർന്നുള്ള കടൽ തീരത്തിലേക്ക് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ്, കടലിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട്. ഇതൊരു കോറൽ ഐലാൻഡാണ്, അതുകൊണ്ടാണ് ഇത്ര ഭംഗി. ഈ പച്ച നിറമുള്ള കടൽ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് നമുക്ക് തോന്നും. പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഈ ദ്വീപിൻ്റെ സൗന്ദര്യം ഒരു പ്രത്യേകത തന്നെയാണ്. കുറച്ചകലെ നോക്കിയാൽ നമുക്കവിടെ ആഴക്കടലിൻ്റെ ഒരു നീലപ്പരപ്പ് കാണാൻ പറ്റും. എന്തോ കളഞ്ഞു പോയതുപോലെ ഈ മനുഷ്യൻ കുറേ നേരമായി എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്താണെന്നറിയില്ല, എന്തൊക്കെയോ പോയി തപ്പുന്നുണ്ട് അവിടെ. എന്തൊക്കെയോ എവിടെയോ മറന്നു വെച്ചതുപോലെ. സാധാരണ നിലയിൽ ഇവിടെ നിന്നൊന്നും നമ്മളെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല കേട്ടോ. ഈ പവിഴപ്പുറ്റുകളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് എയർപോർട്ടിൽ സമ്മതിക്കില്ല, തടഞ്ഞു വയ്ക്കുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കടൽപ്പുറ്റുണ്ട്. കടൽപ്പുറ്റ് കണ്ടില്ലേ? എല്ലായിടത്തും കടലിനറിയ കടൽപ്പുറ്റാണ്. കോറൽ ഐലൻഡാണ്. മറ്റൊരാൾ ഇവിടെ അതിസാഹസികമായൊരു യജ്ഞത്തിലാണ്. എങ്ങനെയാണ് ഈ ഊഞ്ഞാലിരുന്ന് ആടുക എന്നുള്ള ഒരു കഠിന ശ്രമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോക്കൂ, വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ലക്ഷദ്വീപ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഇത് തന്നെയാണ്, പീസ് ഓഫ് മൈൻഡ്. വളരെ ശാന്തമായിട്ട്, ഒട്ടും ഡിസ്റ്റർബൻസ് ഇല്ലാതെ സ്വസ്ഥമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. പ്രകൃതിയുടെ സൗന്ദര്യം മുഴുവനുമായിട്ട് കണ്ട് ഇങ്ങനെ മതിമറന്നിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ തീരത്തുണ്ടല്ലോ ഒരുപാട് കുഞ്ഞൻ ഞണ്ടുകളുണ്ട്. അവരെ ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു പിന്നീട്. വളരെ രസകരമാണ്. നമ്മുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിങ്ങനെ അപ്പുറത്തേക്ക് നടന്ന് പോകും. അപ്പുറത്തുനിന്ന് വെള്ളം അടിക്കുമ്പോൾ അത് ഇപ്പുറത്തേക്ക് വരും. വീണ്ടും നമ്മൾ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ അത് തിരിച്ചങ്ങോട്ട് പോകും. വളരെ പേടിയാണ് ഇവയ്ക്ക്. വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈനിലുള്ള ഒരുപാട് ഞണ്ടുകളെയും ജീവജാലങ്ങളെയും ഇവിടെ കാണാം കേട്ടോ, പാമ്പിനെ ഒഴിച്ച്. കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പുന്ന, മുത്തുച്ചിപ്പുകൾക്ക് വേണ്ടി മുങ്ങിത്തപ്പുന്ന ഒരാളെ നിങ്ങൾക്ക് ഇവിടെ കാണാം. മുത്തും പവിഴവും തേടി. ഇത് ഞങ്ങളുടെ ജോൺസൺ ചേട്ടൻ. ഇദ്ദേഹത്തിന് ഇപ്പോൾ വളരെ ധൈര്യം തോന്നുന്നുണ്ട്. കടലിലൊക്കെ ഇറങ്ങാവുന്ന അത്ര ധൈര്യം ആൾക്ക് വന്നു കഴിഞ്ഞു.
കടലിൻ്റെ വെള്ളത്തിലൊക്കെ നിന്നിട്ട് ആളിങ്ങനെ ആക്ഷൻ സോങ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പാട്ട് പാടിയിട്ടാണ് അദ്ദേഹം കൈ വിരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നത് പോലെ. ഇത്ര ധൈര്യം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ചേട്ടാ. കുഴപ്പമില്ല. ചാൾസ് ശോഭരാജിൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി. ഇവിടെ കടൽ തീരത്ത് മൊത്തമുള്ളത് ഈ പഞ്ചാര പോലെയുള്ള വെളുത്ത മണലാണ്. അതാണ് ഈ തീരത്തിന് കൂടുതൽ സൗന്ദര്യം നൽകുന്നത്. തെളിഞ്ഞ വെള്ളമായിട്ട് എപ്പോഴും കാണപ്പെടും. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഒട്ടും അഴുക്കില്ല കേട്ടോ. അഴുക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിലുള്ളത് പോലെ പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറും വേസ്റ്റ് കൊണ്ടും നിറഞ്ഞ സ്ഥലമേ അല്ല. ഇപ്പോൾ ഏകദേശം ഉച്ചയൂണിന് സമയമായി. ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ ഷർട്ടൊന്നും ഇടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അവിടെ സംസാരിക്കാം. മലയാളം അറിയോ? മലയാളം പറയൂ. അതെ, ഇവിടെ ഏത് ഭാഷയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? മലയാളം തന്നെയാണ്. ചൂടുണ്ട്. പേര് ചേട്ടൻ്റെ? ബദറുദ്ദീൻ. സുഖേ? കൊച്ചിയിലുണ്ട്, എയർപോർട്ടിലല്ലേ? അപ്പോൾ ഉച്ചയൂണ് റെഡി, പ്ലേറ്റ് റെഡിയാണ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. മീനച്ചാറാണ് വിളമ്പണത് കേട്ടോ. മീനച്ചാലല്ല കേട്ടോ, മീനച്ചാർ. പിന്നെ നമ്മൾ തേങ്ങച്ചോറ് വിളമ്പി. അതിനുശേഷം നമ്മൾ മുളങ്ങി അല്ലേ, തേങ്ങാച്ചോറ് അല്ലേ. ഇതെങ്ങനെയാണ് സാധാരണ ചോറ് വ്യത്യാസം എന്താണ്? പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു അല്ലേ? ചോറ് വെന്ത് കഴിയുമ്പോഴാണോ? അല്ല, അരി ഇടുമ്പോൾ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുമോ? അങ്ങനെ വേവിക്കുന്നു അല്ലേ? അപ്പോൾ അതാണ് തേങ്ങാ ചോറ് എന്ന് പറയുന്നത്. തേങ്ങയുടെ എന്താ പറയുക, ചിരണ്ടി ഇടല്ല ചെയ്യണത് അല്ല, പാലൊഴിച്ചിട്ട് ചെയ്യണതാണ് അല്ലേ? പിന്നെ ഉപ്പിടും അത്രേ ഉള്ളൂ അല്ലേ? അരി സാധാരണ അരി തന്നെ നമ്മുടെ അല്ലേ, റേഷൻ അരി തന്നെ. ശരി. പിന്നെ ഇതിൻ്റെ കറി എന്താ? കറി മീൻ വറുത്തത് അല്ലേ? ഓക്കെ. ചൂര അല്ലേ? ഈ കറി എന്ത് കറിയാ? മീൻ കറിയാണ് മനസ്സിലായി. വേറെ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ അതിനെ? പ്രത്യേകിച്ച് നിങ്ങളുടെ ഇവിടുത്തെ വല്ല മുളാങ്ങി അല്ലേ? മുളാങ്ങി എന്ന് പറയുന്ന മീൻ കറി അല്ലേ? കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം. രണ്ടും ചൂര തന്നെയല്ലേ? ശരി. മുളാങ്ങിക്കറി, ചൂര. ഇനി ഇത് കഴിക്കുന്ന പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. ഇതെങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ചോറ് മാത്രം അവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. യൂസേജ് ചോറ് കാണാത്ത പോലെയാ കമ്മ എടുക്കുന്നത് ചോറ്. ജോൺസേട്ടൻ ആശീർവദിച്ച് മുറിച്ചൊക്കെയാണോ കഴിക്കുന്നത്? ഈച്ചിൻ്റെ ചെറിയ ഈച്ചകളുണ്ട് അല്ലേ? ഗോവയിൽ വന്ന ഈച്ച. ഉച്ചയൂണോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.